ഇന്ന് IT സെക്രട്ടറി പറഞ്ഞത് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കാണ്, തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് എന്നാണ്. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, മുഖ്യമന്ത്രിയോട് നിങ്ങൾ സംസാരിച്ചിരുന്നോ? മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി. ഇതുപോലെ ഒരു അമേരിക്കൻ കമ്പനിയുമായി ഇങ്ങനെ ഒരു കരാറുണ്ടാക്കാൻ IT സെക്രട്ടറി മാത്രം വിചാരിച്ചാൽ സാധ്യമല്ല. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ മകളുടെ താല്പര്യത്തിന് വേണ്ടിയാണ്. വലിയ സാമ്പത്തിക ഇടപാടിന്, കാരണം കോവിഡ് ഒരു അവസരമാണ് പലർക്കും. ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക്, മാസ്ക് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക്, സാനിറ്റൈസറി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ കൊറോണ ഒരു സുവർണാവസരമാണ്. മറ്റു പലർക്കും ഇത് നഷ്ടമാണ്. അപ്പൊ ഈ സ്പ്രിംഗ്ലർ എന്ന കമ്പനിക്ക് ഒരു സുവർണാവസരമായി കോടികൾ സമ്പാദിക്കാൻ, കാരണം ലോകം മുഴുവനും കേരള മോഡൽ ചർച്ച ചെയ്യുന്നു. ഈ കേരള മോഡൽ ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ? അല്ലല്ലോ. കേരളത്തിലെ കേരള മോഡൽ കമ്മ്യൂണിസ്റ്റ് മോഡലായിരുന്നെങ്കിൽ ബംഗാളിൽ ആ മോഡൽ നമ്മൾ കാണണ്ടേ, ത്രിപുരയിൽ ആ മോഡൽ കാണണ്ടേ? കണ്ടില്ല. ഇത് കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ ഫലമായി ഉണ്ടാക്കിയെടുത്ത വിവിധ ഗവൺമെന്റുകളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഉണ്ടായ ഒരു നേട്ടമാണ്. ഈ നേട്ടം ഇടതുപക്ഷ മുന്നണിയിലേക്ക് ചുരുക്കുന്നു. ഇടതുപക്ഷ മുന്നണി സ്പ്രിംഗ്ലർ എന്ന കമ്പനിയിലേക്ക് ചുരുക്കുന്നു. ഈ കമ്പനി ലോകം മുഴുവനും ഞങ്ങൾ ഈ മോഡൽ സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുമെന്ന് അവകാശപ്പെടുന്നു. സത്യത്തിൽ പിണറായി വിജയന്റെ മനസ്സ് എന്താണ്? കൊറോണയുടെ കാലത്ത് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പിണറായി വിജയന് ദുരന്തമുഖത്തെ കഴുകന്റെ മനസ്സാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ദുരന്തമുഖത്ത് മനുഷ്യന്റെ കബന്ധങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ ആ കബന്ധങ്ങളുടെ മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കഴുകന് ഇത് കാണുമ്പോൾ സന്തോഷം ഉണ്ടാവുക. ഈ ഡെഡ് ബോഡികൾ കൊത്തിപ്പറിക്കാൻ കഴിയുമെന്ന സന്തോഷം. അതുപോലെ കേരളത്തിൽ കൊറോണ വന്നപ്പോൾ ഇതിലൂടെ ലാഭം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ ദുരന്തമുഖത്തെ കഴുകന്റെ മനസ്സിനോടെ അല്ലാതെ മറ്റൊരു മനസ്സുമായി താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ഇത് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് KM ഷാജിക്കെതിരായി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. KM ഷാജിക്കെതിരെ കള്ളക്കേസ് എടുത്തിട്ട് ഈ സ്പ്രിംഗ്ലർ അഴിമതി മറച്ചു പിടിക്കാൻ സാധിക്കുമെന്നാണ് പിണറായി വിജയൻ വിചാരിച്ചത്. എന്നാൽ ഇത്തരം കള്ളക്കേസുകൾ കൊണ്ടൊന്നും യഥാർത്ഥ പ്രശ്നത്തെ മറച്ചു പിടിക്കാൻ പിണറായി വിജയനോ ഇടതുപക്ഷ ഭരണകൂടത്തിനോ സാധിക്കില്ല എന്നാണ് യൂത്ത് ലീഗിന് പറയാനുള്ളത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഒരു വലിയ സമരത്തെ ഞങ്ങൾ ഇറങ്ങുകയാണ്. യൂത്ത് കോൺഗ്രസും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ യോജിച്ച സമരങ്ങളും അതുപോലെ തന്നെ ഒറ്റക്കൊറ്റക്കുള്ള സമരങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആദ്യഘട്ടം എന്ന നിലക്കാണ് തിങ്കളാഴ്ച ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി സമരപന്തം എന്ന പേരിൽ, നട്ടുച്ച സമരം, നട്ടുച്ച പന്തം എന്ന പേരിൽ തീപ്പന്തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം നടത്താൻ വേണ്ടി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് അന്വേഷണം നേരിടുന്നത് വരെ അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ ഇത് തന്നെയാണ്. ഒന്ന്, ഈ എക്സാലോജിക് എന്ന പിണറായി വിജയന്റെ മകൾ മാനേജിംഗ് ഡയറക്ടറായ കമ്പനി കഴിഞ്ഞ 4 ദിവസമായി ദുരൂഹ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നില്ല. വെബ്സൈറ്റ് ഈ വിവരങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ പിണറായി വിജയന്റെ മകൾ, കാരണം CPM-ന് അകത്തുനിന്ന് പോലുമുള്ള ആളുകൾ പറയുന്നത് പിണറായി വിജയന്റെ മകളൊരു വീക്ക്നെസ്സാണ്. മകള് പറഞ്ഞ എന്തും അദ്ദേഹം അനുസരിക്കും. വേറെ പാർട്ടിക്കാരോ മറ്റാരെങ്കിലും പറഞ്ഞാലോ ഒന്നും അദ്ദേഹം കേട്ടുകൊള്ളുന്നില്ല. മകള് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. അപ്പൊ ഇങ്ങനെ ഈ കമ്പനിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പിണറായി വിജയൻ സ്വീകരിക്കണമെങ്കിൽ അതുപോലെ അറ്റാച്ച്മെന്റ് ഉള്ള എന്തെങ്കിലും ഉണ്ടാവണം. പണം മാത്രമായി കൊള്ളുന്നില്ല.
തീർച്ചയായും ഞങ്ങള് ഈ ദുരന്തം ഉണ്ടായപ്പോ ഇത്രയും ദിവസമായിട്ട് ഏതെങ്കിലും ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയോ? യൂത്ത് ലീഗ് എന്താ ചെയ്തത്? യൂത്ത് ലീഗ് കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തത് നിങ്ങളുടെ മാധ്യമങ്ങൾ കണ്ടോ? ഞങ്ങൾ ചെയ്തത് ഒരു ദിവസം പോലും വിശ്രമിക്കാതെ യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ സേവന രംഗത്താണ്. ഇടതുപക്ഷ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർക്കെതിരെ കേസെടുത്തു, തല്ലിച്ചതച്ചു. നിങ്ങളിൽ പലർക്കും, എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല, ഇടതുപക്ഷ ഭരണകൂട അനുകൂല നിലപാട് സ്വീകരിക്കുന്ന കുഴലൂത്ത് നടത്തുന്ന ചില മാധ്യമപ്രവർത്തകർക്ക് അത് വാർത്തയായില്ല. ഞങ്ങൾ എന്നിട്ട് സേവന രംഗത്ത് പിന്മാറില്ല. ഞങ്ങളിപ്പോ ചെയ്യുന്നത് യൂത്ത് ലീഗിന്റെ മെഡിച്ചെയിൻ സംസ്ഥാനത്ത് ഉടനീളമുള്ള രോഗികൾക്ക് ഞങ്ങൾ മരുന്നെത്തിച്ചു കൊടുക്കുക. ഒരു നയാ പൈസ പോലും പ്രതിഫലം പറ്റാതെ ഞങ്ങളുടെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ സേവന രംഗത്തിരിക്കുകയാണ്. ഞങ്ങൾ ദുബായിലേക്ക് ഞങ്ങൾ മരുന്ന് കൊണ്ടുപോവാണ് എയർ കാർഗോ വഴി. ഞാൻ പറയട്ടെ, ഞങ്ങൾ പ്രവാസികൾക്ക് ഞങ്ങൾ കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. കേരളത്തിനകത്തുള്ളവർക്ക് മെഡിക്കൽ ഹെൽപ്പ് ലൈൻ ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ യൂത്ത് ലീഗ് നടത്തി. അപ്പൊ രാഷ്ട്രീയ ആരോപണം നടത്താൻ വേണ്ടി മാത്രം ഉന്നയിക്കുന്ന ഒരു ആരോപണമല്ല. കാരണം ഞാൻ പറയുന്നത് കെ.എം. ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി പറയുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് മറുപടി പറയാത്തത്? നിങ്ങൾ പറയും. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഭരണഘടനാ പദവിയാണ്. എന്തിനാ പ്രതിപക്ഷ നേതാവ് എന്നൊരു പദവി വെച്ചത്? തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഏകപക്ഷീയമായ പത്രസമ്മേളനം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മാധ്യമപ്രവർത്തകർക്കെതിരെ ശരീരം വിറ്റ് ജീവിക്കണമെന്ന് ഭരണകക്ഷിയിലെ ഒരു MLA ആരോപണം ഉന്നയിച്ചിട്ട് ഒരു മാധ്യമപ്രവർത്തകർ മാത്രമാണ് ചോദ്യം ചോദിച്ചത്. ഞാൻ പറയട്ടെ, നിങ്ങൾ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചോ? മാധ്യമപ്രവർത്തകർ മുഴുവൻ ശരീരം വിറ്റ് ജീവിക്കണം എന്നൊരു MLA ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ട് നിങ്ങൾ പിണറായി വിജയനോട് രണ്ടാമതൊരു ചോദ്യം ചോദിച്ചോ? നിങ്ങൾക്ക് പേടിയുണ്ടാവും, ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ തെറ്റായ ആരോപണം ഉന്നയിക്കുന്നത് കേസെടുക്കട്ടെ. നിങ്ങളുടെ ചോദ്യം വളരെ കൃത്യമാണ്. പിണറായി വിജയന്റെ മകൾക്കെതിരെ ഞങ്ങൾ ന്യായമായ ഒരു സംശയം മാധ്യമങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. ഒരു തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കട്ടെ. ആ കേസിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഒരു തെളിവുമില്ലാതെ ശൂന്യതയിൽ പോയത്. ഇത്തരം ശൂന്യമായ ആരോപണങ്ങൾ ഫിറോസിനെ പോലെ പൊതുപ്രവർത്തകർ ഉന്നയിക്കുന്നത് ശരിയാണ്. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഞങ്ങൾ നിങ്ങളെ എന്ത് തന്നെ കൊച്ചാക്കിയാലും, നിങ്ങൾ ഈ പ്രസ്താവനയെ വികൃശൂന്യമെന്ന് വിളിച്ചാലോ, നീ വികൃത മനസ്സിന്റെ ഉടമ എന്ന് പറഞ്ഞാലോ, ഞങ്ങൾ ഈ ആരോപണം ഉന്നയിക്കാതിരിക്കില്ല. എന്തിനാണ് നിങ്ങൾ പ്രകോപിതരാകുന്നത്? എന്താ പിണറായി വിജയൻ? എങ്കിൽ ഞാൻ ആധികാരികമായി പറയുന്നു, ഞാൻ ആധികാരികമായി യൂത്ത് ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട് പറയുന്നു, ഈ ഇടപാടിന്റെ പിറകിൽ പിണറായി വിജയന്റെ മകൾക്ക് പങ്കുണ്ട് എന്ന് യൂത്ത് ലീഗ് സംശയിക്കുന്നു. ഞങ്ങളുടെ തെളിവ് ഞങ്ങൾ വെച്ചു. ഞങ്ങളുടെ തെളിവ് ഞാൻ പറയാം. ഒന്ന്, പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിച്ചിട്ട് ഈ ആരോപണത്തിന് മറുപടി പറയാതെ IT വകുപ്പ് സെക്രട്ടറി മറുപടി പറയും എന്ന് പറഞ്ഞ പിണറായി വിജയൻ കെ.എം. ഷാജിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി പറയുന്നു. ഇത്ര ഗുരുതരമായ ഒരു അഴിമതി ആരോപണത്തിന് മറുപടി പറയാത്ത പിണറായി വിജയന് തീരെ ബുദ്ധിയില്ലാത്ത ഒരാളല്ലോ പിണറായി വിജയൻ. ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നു, ഈ വിഷയത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം കെ.എം. ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാക്കിയതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. രണ്ടാമത്, കെ.എം. ഷാജിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം കൊണ്ടുവരിക, ആ ആരോപണത്തിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് എന്താ പിണറായി വിജയൻ പറയാത്തത്? അതുകൊണ്ട് ഞങ്ങൾ സംശയിക്കുകയാണ്. പ്രതിപക്ഷത്തെ ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾ സംശയിക്കുകയാണ്. പിണറായി വിജയന്റെ മകളാണ് ഇതിന്റെ പിന്നിൽ. ഞങ്ങൾ ഒരു കള്ള ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ ഞങ്ങളുടെ നിയമപരമായി നേരിട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ വെച്ച ഈ സംശയം, അതിന്റെ യാഥാർത്ഥ്യം പിണറായി വിജയൻ പറയട്ടെ. എന്തൊക്കെ ആരോപണങ്ങൾ ഇതുപോലെ ഉന്നയിച്ചിരുന്നു? ഞങ്ങൾ ആരോപണം മുമ്പിൽ വെക്കുകയാണ്. ആ ആരോപണത്തെ നേരിടാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. അതൊക്കെ അവരല്ലേ വ്യക്തമാക്കേണ്ടത്. എന്തുകൊണ്ട് പിണറായി വിജയന്റെ മകളുടെ ഈ വെബ്സൈറ്റ് 4 ദിവസമായി, അതായത് ഈ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത്, അത് എന്താ അവർക്ക് വിശദീകരിച്ചൂടെ? ഞാൻ ചോദിക്കുന്നത്, ഈ സംശയം ഉന്നയിക്കപ്പെട്ട, ഞാൻ പറയട്ടെ,
ഈ സംശയം ഉന്നയിക്കപ്പെട്ടാൽ പിണറായി വിജയന്റെ മകൾക്കോ പിണറായി വിജയനോ വിശദീകരിക്കാൻ ഉത്തരവാദിത്തമില്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഈ കരാറിൽ ഏർപ്പെട്ടത്. നിങ്ങൾ പിണറായി വിജയന്റെ വാദം എന്തിനാ നിങ്ങൾ ഏറ്റെടുക്കുന്നത്? പിണറായി വിജയൻ പറയുന്നത് എന്താണ്? CPM പറയുന്നത് എന്താണ്? ഒരു മിനിറ്റ്, എന്ത് അഴിമതിയെ കുറിച്ച് ചോദിക്കുമ്പോഴും നിങ്ങൾ ഇപ്പോഴാണോ ചോദിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ദുരന്ത മുഖത്ത് കച്ചവടം നടത്താൻ വേണ്ടിയുള്ള ഈ ശ്രമങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ സൗകര്യമില്ല. മൂക്കുമുട്ട വെള്ളം കയറി മുങ്ങിപ്പോയാലും. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഞങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ പ്രളയത്തിന്റെ സമയത്ത് 5000 കോടി പിരിച്ചു, ജനങ്ങളൊക്കെ പൈസ കൊടുത്തു. ആ സമയത്ത് രാഷ്ട്രീയം പറയാൻ പാടില്ലായിരുന്നു, രാഷ്ട്രീയം പറഞ്ഞില്ല. രണ്ടാമത്തെ വർഷം പ്രളയം ഉണ്ടായി, 2018 ഓഗസ്റ്റിലാണ് ആദ്യം പ്രളയം ഉണ്ടായത്. അന്ന് 5000 കോടി പിരിച്ചു, ജനങ്ങളൊക്കെ കൊടുത്തു, സാലറി ചലഞ്ച് പിരിച്ചു, എല്ലാം പിരിച്ചു. 2019 ഓഗസ്റ്റിൽ വീണ്ടും പ്രളയം ഉണ്ടായി. ആ സമയം വരെ ആരും ചോദിച്ചില്ല. ആ സമയത്ത് ഞങ്ങൾ ചോദ്യം ഉന്നയിച്ചു, നിങ്ങൾ ആദ്യം പിരിച്ച പൈസ എന്ത് ചെയ്തു? തോമസ് ഐസക് എന്താ പറഞ്ഞത്? പകുതി പൈസ ചെലവാക്കിയിട്ടുണ്ട്, പകുതി ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? ഇടതുപക്ഷം സർക്കാരിന്റെ കയ്യിൽ പൈസ കൊടുത്താൽ അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ കയ്യിൽ എത്തിക്കും, വേറെ ആർക്കും പൈസ കൊടുക്കരുത്, സന്നദ്ധ സംഘടനകൾക്കൊന്നും പൈസ കൊടുക്കരുത്, എല്ലാവരും പിണറായിക്ക് പൈസ കൊടുക്കുന്നത്. എന്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി ഇടാൻ വേണ്ടിയിട്ടാണോ ജനം പൈസ കൊടുക്കുന്നത്? ആ ചോദ്യം ചോദിക്കേണ്ടതാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ചോദിക്കും. ഇതിന് മറുപടി പറയട്ടെ പിണറായി വിജയൻ. വെബ്സൈറ്റിൽ ഒരു വിവരമില്ല. ഈ വെബ്സൈറ്റ് പിണറായി വിജയന്റെ മകളുടെ വെബ്സൈറ്റിലോ ഉണ്ടെങ്കിൽ അത് കാണണ്ടേ? അതായത് നേരത്തെ ഉണ്ടോന്ന് അറിയണമെങ്കിൽ ഇപ്പൊ ഈ 4 ദിവസമായി ഇതിൽ കയറിയാൽ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഒരു ഇൻഫോർമർ ആണല്ലോ ഇതൊക്കെ തരിക. CPM-നകത്തുള്ള ഇൻഫോർമർ ആണെന്ന് വിചാരിച്ചു. അതിനകത്ത് സ്പ്രിംഗ്ലറുമായുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയ കാണുന്നില്ല. എന്താ മറുപടി പറയാത്തത്? ഞാൻ ആർക്കും പറഞ്ഞൂടെ ചോദിച്ചാൽ തീർച്ചയായും ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് ഒരു ദുരൂഹതയില്ല, എല്ലാം മറുപടി പറഞ്ഞ്. അപ്പൊ ഞങ്ങളൊരു ആരോപണം പുതിയ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് പറയാം, എല്ലാ ആരോപണത്തിനും പിണറായി വിജയൻ മറുപടി പറഞ്ഞ് നിങ്ങൾക്ക് നിക്കക്കള്ളില്ലാതെ വന്നപ്പോഴാണോ ഈ ആരോപണം ഉന്നയിച്ചത്? ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി. ചോദ്യങ്ങൾ വന്നപ്പോൾ പത്രസമ്മേളനം നടത്തി അവസാനിപ്പിച്ചു പോയി. എന്തേ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി അവസാനിപ്പിച്ചു പോയത്? ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ഞാൻ ചോദിക്കുന്നത്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ ആദ്യം എടുത്ത തീരുമാനങ്ങളിൽ ഒന്നെന്താണ്? എല്ലാ ബുധനാഴ്ചയുമുള്ള പത്രസമ്മേളനങ്ങൾ അവസാനിപ്പിച്ചു, ക്യാബിനറ്റ് ബ്രീഫിംഗ് നിർത്തി. അന്ന് പിണറായി വിജയൻ പറഞ്ഞെന്താ? പ്രസ് റിലീസ് മതി. അത് നമ്മുടെ PR ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രസ് റിലീസ് കൊടുത്തു. എന്തിനാ പത്രസമ്മേളനം അവസാനിപ്പിച്ചത്? പത്രസമ്മേളനങ്ങളിൽ എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞാൻ ചോദിക്കട്ടെ, യൂത്ത് ലീഗ് കുറെ ആരോപണം ഇതിന് മുമ്പ് കൊണ്ടുവന്നിരുന്നല്ലോ, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കിട്ടിയിരുന്നു. മൈക്ക് മേത്തട്ടി എന്ന് പറഞ്ഞ് നിങ്ങളെ തട്ടി മാറ്റിയില്ലേ? കടക്ക് പുറത്തെന്ന് പറഞ്ഞില്ലേ മാധ്യമപ്രവർത്തകരോട്? പിണറായി വിജയൻ എപ്പോഴാണ് എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്താൻ തുടങ്ങിയത്? പ്രളയം വന്നപ്പോൾ അല്ലേ? പ്രളയം വന്നപ്പോൾ മാത്രമാണ് എല്ലാ ദിവസവും പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയത്. കാരണം അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ പിണറായി വിജയൻ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്നത് എപ്പോഴാണ്? കൊറോണ വന്നപ്പോൾ. അപ്പൊ എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തുന്നത് നിങ്ങൾ എയർ ചെയ്യില്ല, പല മാധ്യമങ്ങളും എയർ ചെയ്താൽ തന്നെ പിൻവലിക്കും. ശരി, ഞങ്ങൾ കിട്ടിയ വിവരം അനുസരിച്ച്, ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ എക്സാലോജിക്കിന്റെ വെബ്സൈറ്റിൽ പോയാൽ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമായിരുന്നു. അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് അടിയന്തിരമായി ഇത് നീക്കം ചെയ്തത് എന്നാണ് കിട്ടിയ വിവരം. ആ വിവരം ഞങ്ങൾ മാധ്യമങ്ങളല്ലാതെ ആരായിരിക്കും? പിണറായി വിജയനെ വിളിച്ച് സ്വകാര്യമായി ഇങ്ങനെ ഒരു വിവരമുണ്ട്, നിങ്ങളതൊന്ന് പരിശോധിക്കണം കേട്ടോ, അങ്ങനെ ഒരു ആരോപണം എന്നാണോ പറയേണ്ടത്? ഞങ്ങൾക്ക് കൃത്യമായ ഒരു വിവരം കിട്ടി. എക്സാലോജിക്കും സ്പ്രിംഗ്ലറുമായി ബന്ധമുണ്ടെന്നും ഈ പിണറായി വിജയന്റെ മകളാണ് ഇതിന്റെ ഇടനിലക്കാരിയായി പ്രവർത്തിച്ചതെന്നും മകളുടെ താല്പര്യമാണ് ഈ കമ്പനിക്ക് ഈ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി പിണറായി വിജയനെ പ്രേരിപ്പിച്ചത് എന്നും
ഞങ്ങൾ സംശയിക്കുന്നു. ആ സംശയം ഞങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുകയാണ്. ഈ വെബ്സൈറ്റ് അല്ലാതെ ഇത്തരത്തിൽ ഇടപാടുണ്ട് എന്ന് പറയുന്ന സമയത്ത് വെബ്സൈറ്റ് അല്ലാതെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകളുണ്ടല്ലോ. കരാർ ഒപ്പുവാക്കേണ്ട ദുരൂഹതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കേസ് വന്നാലും ന്യൂയോർക്കിൽ മാത്രമേ കേസ് നടത്താൻ പാടുള്ളൂ. അതായത് ഈ കരാർ പരിശോധിച്ചാൽ പൂർണ്ണമായി ഈ കമ്പനിക്ക് അനുകൂലമാണ്. അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. രണ്ടാമത് നിങ്ങൾ നോക്കി ഈ കമ്പനി അവകാശപ്പെടുന്നത് IT സെക്രട്ടറി പോയ പരസ്യം അഭിനയിക്കണം. എന്നിട്ട് കമ്പനി പറയാണ് കേരളത്തിൽ ഇതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ ആർക്ക് വേണമെങ്കിലും ഞങ്ങൾ സംവിധാനം ഒരുക്കുക 7 ദിവസം കൊണ്ട്. ആരാ സാക്ഷ്യപ്പെടുത്തുന്നത്? IT സെക്രട്ടറി. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ IT സെക്രട്ടറി പിണറായി വിജയൻ ഉറപ്പില്ലാതെ പിന്നെ ധൈര്യപ്പെടും? ഇത്ര വലിയ പദവിയിലിരിക്കുന്ന ഒരാള് ഒരു സ്വകാര്യ കമ്പനിയിലെ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുന്നു. അത് വെറുതെ പറയണം. പിണറായി വിജയൻ അതിനെ ന്യായീകരിച്ചില്ലേ? അദ്ദേഹത്തോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ഉത്തരം പറയില്ലേ എന്ന് പിണറായി വിജയൻ മറുപടി പറഞ്ഞു. IT സെക്രട്ടറി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. അത് പിണറായി വിജയന് വേണ്ടി കുറ്റം ഏറ്റെടുക്കുകയാണ്. ചില കേസുകളിലൊക്കെ അങ്ങനെ കുറ്റം ഏറ്റെടുക്കാൻ പയ്യോളി മനോജ് കേസിൽ ആണ് നമ്മൾ അത് കണ്ടത്. ആ പയ്യോളി മനോജ് കേസിലെ CPM-ലെ പ്രവർത്തകരുടെ അതേ മനോനിലയാണ് IT സെക്രട്ടറിക്കുള്ളത്. പിണറായി വിജയന് വേണ്ടി എല്ലാ കുറ്റവും ഏറ്റെടുക്കുക. അങ്ങനെ IT സെക്രട്ടറി കുറ്റം ഏറ്റെടുത്തതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കില്ല. ഒരാളെ ബലിയാടാക്കി ഇത്ര ഗുരുതരമായ ഒരു അഴിമതി ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നത്. അല്ലല്ലോ, ഞങ്ങളൊരു സുപ്രഭാതത്തിൽ സ്പ്രിംഗ്ലർ അഴിമതി ഉണ്ടെന്നും ഈ സ്പ്രിംഗ്ലർ അഴിമതിയുടെ ഒറ്റ കാരണം ഈ വെബ്സൈറ്റ് റിമൂവ് ചെയ്താണെന്ന് അല്ലല്ലോ പറയുന്നത്. ഇതൊരു സീരീസാണ്. ഈ സീരീസിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം മാത്രമാണ് പിണറായി വിജയന്റെ മകളുടെ വെബ്സൈറ്റ് ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായത്. ഇത് മാത്രമാണ് കാരണമെന്നല്ല, ഒരു സീരീസ് ഓഫ് ഒഫൻസസ് ഇതിനു നമ്മൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തെ കണ്ണി ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കണം. അതിൽ അവസാനത്തെ കണ്ണിയാണ് പിണറായി വിജയന്റെ മകൾ. അന്വേഷിക്കട്ടെ എന്തിനാ പിണറായി, അതായത് 2014 KM ഷാജിക്കെതിരെ പഴകി കുളിച്ച ഒരു ആരോപണം പുലിതട്ടിയെടുത്തിട്ട് വിജിലൻസ് കേസ് എടുക്കുന്ന അത്ര ഗംഭീരമായ വിജിലൻസ് വകുപ്പ് ഇത്ര ഗുരുതരമായ ഒരു ആരോപണത്തിൽ എന്തിനാണ് അന്വേഷണം പ്രഖ്യാപിക്കാത്തത്? മുഖ്യമന്ത്രി മാറി എന്ന് അന്വേഷിക്കട്ടെ. IT സെക്രട്ടറി ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ആക്രമിക്കുകയാണെന്നപ്പുറത്തേക്ക് അല്ല അല്ല കാരണം എന്താണെന്നറിയോ? മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കട്ടെന്നാൽ എന്നിട്ട് IT സെക്രട്ടറിയാണോ പ്രതി? അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ. അവർ IT സെക്രട്ടറി മാറണം, മുഖ്യമന്ത്രിക്ക് പറ്റുമോ? കാരണം ഈ മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ IT സെക്രട്ടറിയെ തള്ളി പറഞ്ഞിരുന്നോ? IT സെക്രട്ടറിയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചെന്തിനാണ്? ഈ സ്പ്രിംഗ്ലർ എന്ന കമ്പനിയുടെ സ്വകാര്യ കമ്പനിയുടെ പരസ്യ ചിത്രത്തിൽ IT സെക്രട്ടറി അഭിനയിച്ചതിനെ തള്ളിപ്പറയാനെങ്കിലും മുഖ്യമന്ത്രി തയ്യാറായിരുന്നുവെങ്കിൽ നമുക്ക് അല്പമെങ്കിലും മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ പറ്റും. IT സെക്രട്ടറി ന്യായീകരിച്ച മുഖ്യമന്ത്രി ഇനി IT സെക്രട്ടറിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് കണക്റ്റഡ് ആണ്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ നടക്കില്ല. അതുകൊണ്ട് ഇതെല്ലാം ഒരു സീരീസാണ്, വെറുതെ പറയുന്നതല്ല. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഞാൻ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരെ പോലെ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരെ കാണുന്നില്ല. നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ മറന്നുപോയ ഒരു വിഭാഗമായി തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ മാറിയിട്ടുണ്ടെന്നൊരു സംശയം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. അധികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കും പക്ഷേ എല്ലാവരും ഞാനൊരു മാധ്യമപ്രവർത്തകരായി സംസാരിച്ചു എന്നോട് പറഞ്ഞത് ഇത് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉള്ളത് കൊണ്ട് മൈക്ക് എല്ലാവരുടെയും കയ്യിൽ എത്തുന്നില്ല. സർക്കാർ അനുകൂല മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ മാത്രമേ മൈക്ക് എത്തുന്നുള്ളൂ. മൈക്കില്ലാതെ ചോദിച്ചാൽ മുഖ്യമന്ത്രി കേൾക്കുകയില്ല. എന്നോട് മാധ്യമപ്രവർത്തകർ പങ്കുവെച്ചാൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. ചിലപ്പോൾ അങ്ങനെയാവാം, ഈ മൈക്ക് അവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടാവില്ല. അങ്ങനെയല്ല, പ്രതിബദ്ധ കാണിക്കുന്നുണ്ട്. അതിന് നന്ദി പറയുന്നു. കോഴിക്കോട് ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ ഈ കോവിഡിന്റെ കാലത്ത് ജീവനക്കാരെ കൂട്ടത്തോടെ പിടിച്ചു മറ്റന്നാൾ അവർക്ക് മുഴുവൻ ആഗ്രഹം പുറത്തു പോകണമെന്നാണ് ആവശ്യം. ദർശന ടിവിയിൽ ജീവനക്കാരെ പിടിച്ചു.
എങ്ങനെയാണ് യൂത്ത് ലീഗ് വിഷയത്തെ കേരളത്തിലെ മലയാളികളുടെ ആരോഗ്യ വിവരം മുഴുവൻ നിൽക്കുന്ന ഒരു സംഭവം പറയുമ്പോൾ ഒരു സ്വകാര്യ ചാനലിലെ അതൊക്കെ എല്ലാ ചാനലിലെയും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം. ഞാൻ പിന്നെ നേരത്തെ ഒരു ചാനലിലെ ഒരു മാധ്യമപ്രവർത്തകൻ, കോട്ടയത്തിലൊരു സനൽ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകന് പിന്നെ ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ അവസ്ഥ മാധ്യമം പിന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഒരാളാണ്. ഒരു മാധ്യമപ്രവർത്തകൻ ഉണ്ടായിരുന്നു ആ സനലിന് വേണ്ടിയിട്ട്. അല്ല ഞാൻ പറയട്ടെ അതൊക്കെ അതാ നിങ്ങൾ വിഷയത്തെ വഴിതിരിച്ച് വിടല്ലേ. നിങ്ങൾ ഞാൻ പറഞ്ഞത് ഏത് ചാനലിലെയും മാധ്യമപ്രവർത്തകർക്ക് ശമ്പളം കിട്ടണം. ആ നിലപാടിന്റെ കൂടെയാണ് ഏത് ചാനലിലെയും ഏത് മാധ്യമ സ്ഥാപനത്തിലെയും ഏത് കമ്പനിയിലെയും. ഇപ്പൊ പല കമ്പനിയിലും ലോക്ക്ഡൌൺ കാരണം പ്രതിസന്ധിയിലാണ്. കമ്പനി കൂട്ടുന്ന അവസ്ഥയുണ്ട്. അവിടെ ഒരുപാട് അവർ നിൽക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ നമ്മൾ നോക്കണം. തൊഴിൽ നഷ്ടപ്പെടുന്ന ആൾക്കൊക്കെ സർക്കാർ നോക്കണം. ഏത് സാഹചര്യത്തിലാണ് അവിടെ ശമ്പളം കിട്ടാത്തതെന്ന് പരിശോധിക്കണം. ഇതൊന്നും പരിശോധിക്കാതെ സർക്കാർ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. 6 മണി തള്ളു എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഈ തള്ളല് ജനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടോ? നിങ്ങൾ പരിശോധിക്കും. ഈ കമ്പനികൾ കൂട്ടുന്നു, തൊഴിലാളികളുടെ ജോലി നഷ്ടമാകുന്നു. 20,000 കോടി പാക്കേജ് നേരത്തെ പ്രഖ്യാപിച്ചു. അത് ശുദ്ധ അസംബന്ധമായിരുന്നു കണ്ടില്ലേ നമ്മൾ? ഈ 20,000 കോടി പ്രഖ്യാപിച്ച ഏതെങ്കിലും മാധ്യമപ്രവർത്തനം ചോദിച്ചോ ഇതിൽ എന്തെങ്കിലും പുതുതായിട്ടുണ്ടോ? നിങ്ങൾ കുടിശ്ശികല്ലേ വരുത്തി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതെന്ന് കാണുന്നില്ല. അപ്പൊ ഇനി വീണ്ടും പണ്ട് വന്നോ? ഞാൻ ഈ പത്രസമ്മേളനത്തിൽ വരുന്നതിന് മുമ്പ് വരെ ടെക്സാലോജിക് എന്ന URL ഉണ്ടായിരുന്നില്ല. അപ്പൊ വീണ്ടും കൊടുത്തിട്ടുണ്ടാവും. പരിശോധിക്കട്ടെ. അല്ല, അതിൽ ഏതൊക്കെ നീക്കം ചെയ്തു എന്നതൊക്കെ അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതാണ്. ഇത് ഈ പത്രസമ്മേളനത്തിന്റെ തൊട്ടു മുമ്പ് വരെ അങ്ങനെ ഒരു വെബ് കാണുന്നില്ല. വെബ് പേജ് നോട്ട് ഫൗണ്ട് എന്നാണ് കണ്ടിരുന്നത്. അത് ചില മാധ്യമങ്ങൾ നേരത്തെ ഞാൻ ഈ പത്രസമ്മേളനത്തിന് വരുന്നതിന് മുമ്പേ ചില മാധ്യമങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ട്. IT വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് ഈ ഇടപാടിൽ നേരിട്ട് പങ്കെടുക്കും. അന്വേഷിക്കണം എന്ന് പറഞ്ഞല്ലോ. ഈ അന്വേഷിക്കുന്നതും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസായിരിക്കില്ലേ? അല്ല, ഒരു സ്വതന്ത്ര അന്വേഷണം. അതായത് ഈ ഭരണത്തിന്റെ കീഴിലുള്ള CBI പോലെയുള്ള അന്വേഷണം നടത്തണം. ഒരു പക്ഷേ ഇപ്പം പിണറായി വിജയൻ കുറച്ചുകൂടി വിശ്വാസമുള്ള CBIയിലായിരിക്കും. കാരണം അതുകൊണ്ടാണല്ലോ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെയും ചെന്നിത്തലക്കെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കേസ് CBIക്കാണ് കൈമാറിയത്. അതല്ല ഹീറോയിസം, CBIക്ക് കൈമാറണം. ഈ കൊറോണ കാലത്ത് എന്നെ അപമാനിച്ച പ്രതിപക്ഷ സംഘടനകൾ, അതുകൊണ്ട് മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. കേരളത്തിൽ ജനങ്ങൾ കൈയടിക്കില്ലേ? പ്രതിപക്ഷം പിന്നെ അതോടുകൂടി അസ്തമിച്ചു പോകും. അല്ലാതെ ഈ ഓലപ്പാമ്പ് കാണിച്ചിട്ട് പ്രതിപക്ഷത്ത് സംസാരിക്കുന്ന ആളെ പേടിപ്പിക്കുകയല്ല വേണ്ടത്. വരും ദിവസങ്ങളിൽ അതൊക്കെ പുറത്തു വരും. വരും ദിവസങ്ങളിൽ അല്ല, ഞാൻ പറയാം വരും ദിവസങ്ങളിൽ ഇനിയിപ്പോ ഇവര് തെളിവുകൾ പുറത്തുവിടുന്നില്ലെങ്കിൽ നമ്മുടെ സോഴ്സുകൾ ഉപയോഗിച്ച് ഞങ്ങളും കണ്ടെത്തും. അങ്ങനെ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ ആരോപണങ്ങൾ പുറത്തു വരും, നമുക്ക് നോക്കാം. ഈ സൈറ്റിലുപരി ആരുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ കുറെ കൂടി കണ്ടന്റായിട്ട് എന്തെങ്കിലും സാധനം? അതായത് ഞാൻ ഇപ്പോ ഒരു ആരോപണം മുന്നിൽ വെച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൊറോബറേറ്റീവ് എവിഡൻസസ് നമുക്ക് കാത്തിരുന്ന് കാണാം. സൈറ്റിലെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇപ്പൊ സൈറ്റ് ഇപ്പൊ ഈ പത്രസമ്മേളനം തുടങ്ങിയ പോലെ വന്നതായിരുന്നു. കാരണം പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് വരെ വെബ് പേജ് നോട്ട് ഫൗണ്ട് എന്നാണ് കണ്ടത്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതിന്റെ മുമ്പ് ചില മാധ്യമ പ്രവർത്തകർ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്താ സംശയം? കാരണം എന്താണെന്നറിയോ? ഒരു സ്കൂൾ മാനേജർ 25 ലക്ഷം രൂപ കൊടുക്കുന്നതാണല്ലോ ആരോപണം. ആ മാനേജർ തന്നെ പറഞ്ഞു അങ്ങനെ സംഭവമില്ല, തീർന്നില്ലേ? ഇനി വേറെ അന്വേഷണത്തിന് പോലും പ്രസക്തി ഇല്ലല്ലോ.
അതോടെ തീർന്നു. അതായത് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നു എന്ന് പറഞ്ഞാൽ ആകെയുള്ള തെളിവ് എന്താണ്? ഞാനാണ് പറയേണ്ടത് നിങ്ങൾക്ക് പൈസ തന്നു ഇല്ല എന്നുള്ളത്. ഞാൻ തന്നെ പറയാനില്ല എന്ന്. അതോടെ അവിടെ പ്രൈമറി എവിഡൻസ് തന്നെ ഇല്ല. എങ്ങനെ അല്ല അതുറപ്പല്ലേ ഈ സമയത്ത് ഇപ്പൊ പിണറായി വിജയൻ, ഞാൻ ചോദിക്കട്ടെ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ അവതരിപ്പിക്കുമ്പോൾ പലരും വിചാരിച്ചു മാധ്യമപ്രവർത്തകർക്ക് എന്താ അത്ര ഗൗരവം കൊടുത്തത് ഇല്ലേ? അപ്പോൾ ഒരു ചർച്ച ഒരു ഭാഗത്ത് വലിയ രീതിയിൽ നടക്കുകയാണ് കേരളത്തിൽ. ആ ചർച്ച എത്ര പെട്ടെന്നാണ് വഴിതിരിച്ചുവിടാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചത്. പക്ഷെ കെ എം ഷാജി എന്താ പറഞ്ഞത്? കെ എം ഷാജി പറഞ്ഞത് എനിക്കെതിരെയുള്ള കേസ് ഞാൻ നേരിട്ടുള്ളൂ. സ്പ്രിംഗ്ലറിന്റെ പറഞ്ഞു. ഞാനിപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ തൊട്ടുമ്പോൾ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം തന്നെ ഈ ആശയം എന്നോട് പങ്കുവച്ചു. കാരണം പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ നിൽക്കുകയാണ്. ആ വിഷയം മാത്രം ചർച്ച ചെയ്യപ്പെടാതെ പോവുക എന്നുള്ളൊരു താല്പര്യത്തിന്റെ പറയുന്നുണ്ട്. പിന്നെ വ്യക്തിപരമായി സ്വാഭാവികമാണ്. എനിക്കെതിരെ മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് നിങ്ങൾക്കറിയാം, ഇവിടെ ഈ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്ക് അറിയാലോ, എനിക്കെതിരെ വ്യാജരേഖ ഉണ്ടാക്കി പറഞ്ഞ് കേസ് കൊടുത്തില്ലേ? അറസ്റ്റ് ചെയ്യുന്നു നിങ്ങളിൽ പോലും പലരും വിചാരിച്ചില്ലേ? ഈ നിമിഷം വരെ എന്താ ഈ കേസ് എടുത്തോ എന്താ സംഭവിച്ചത്? അതോടുകൂടി നമ്മളങ്ങ് നിർത്തിപ്പോകുന്നല്ല വിചാരിച്ചത്. ഒരു MLA ആണ് കൊടുത്തത് കേസ്, ജെയിംസ് മാത്യു. ഒരു ഭരണകക്ഷി MLA ഒരു പ്രതിപക്ഷ യുവജന സംഘടനയിൽപ്പെട്ട ഒരു ഭാരവാഹിക്കെതിരെ വ്യാജരേഖ ഉണ്ടാക്കി കേസ് കൊടുത്തിട്ട് എന്താ സംഭവിച്ചത്? ആ വ്യാജരേഖ ഉണ്ടാക്കി വാർത്ത നിങ്ങളൊക്കെ ഏറെ ചെയ്തല്ലേ? ആരെങ്കിലും ഇത് പിന്നെ അന്വേഷിച്ചു? അതോടുകൂടി നമ്മൾ പുറകോട്ട് പോകുന്ന അവർ വിചാരിച്ചിരുന്നത്. കുറെ ചോദ്യം ചെയ്തില്ലേ എന്നെ? ആരൊക്കെ ചോദ്യം ചെയ്ത്? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ചോദ്യം ചെയ്തില്ല. എന്നിട്ട് എന്തായി? നേതാക്കന്മാരും ആ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രതികാര നടപടികൾ സപ്പോർട്ട് അങ്ങനെ പിന്തുണയെ കുറിച്ച് പറയുന്നു. അതായത് മുഖ്യമന്ത്രി കരുതിയത്, മുഖ്യമന്ത്രി വിചാരിച്ചത് ഈ വിഷയത്തിൽ കെ എം ഷാജിയെ ഒറ്റപ്പെടുത്തി തകർക്കാൻ കഴിയുമെന്നും ചർച്ച അതിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയും എന്നുമാണ് അദ്ദേഹം കരുതിയത്. ഒരു വെടിക്ക് രണ്ട് പക്ഷി അദ്ദേഹം വിചാരിച്ചത്. ഒന്ന് സ്പ്രിംഗ്ലർ വഴിതിരിച്ചു വിടുക, രണ്ട് കെ എം ഷാജി നിരന്തരമായി മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ അവസാനം കുറിക്കുക. എന്നാൽ സംഭവിച്ച നേരെ തിരിച്ചാണ്. സ്പ്രിംഗ്ലർ വീണ്ടും ചർച്ചയായി. കെ എം ഷാജി ഒറ്റക്കല്ല, പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് ഈ വിഷയത്തെ നേരിടുന്നത് എന്ന് വളരെ വ്യക്തമായി പാർട്ടി വ്യക്തമാക്കി. പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ നിയമസഭാ കക്ഷി നേതാവ് വരെ എല്ലാവരും മുന്തിരിയും എല്ലാ പോഷക ഘടകങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായി. ഇത് കെ എം ഷാജി ഒറ്റക്കല്ല. ഇപ്പൊ രണ്ടും ഉന്നവും കഴിച്ചു. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഈ പ്രധാനപ്പെട്ട വിഷയം രംഗത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. ആ വിഷയത്തിൽ ഞങ്ങൾ എല്ലാവരും കെ എം ഷാജിയുടെ കൂടെയാണ്, ഒറ്റക്കെട്ടാണ്, യാതൊരു സംശയവുമില്ല. പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ്. പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞതെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മജീദ് സാഹിബ് പറഞ്ഞില്ല. അതിനപ്പുറം എന്താ? താങ്ക് യു.